കോതമംഗലം വിശുദ്ധ മാർത്തോമ ചെറിയ പള്ളി ഇടവക്കാരെ, മറ്റ് സുഹൃത്തുക്കളെ, കഴിഞ്ഞ ഞായറാഴ്ച നടന്ന പൊതുയോഗത്തിൽ കണ്ട ചില പ്രസക്ത ഭാഗങ്ങളും ഒക്കെയാണ്, എല്ലാമില്ല, ചിലത് മാത്രം ആണ് പല ആളുകളും ഗ്രൂപ്പിൽ പ്രതികരിക്കുന്നത്. അത് മനസ്സിലാകും. പക്ഷേ മനസ്സിലാകാത്ത ഒരു വസ്തുതയുണ്ട്. അതാരെങ്കിലും ഒന്ന് എനിക്ക് പറഞ്ഞു തരാമോ? അറിയാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വയ്ക്കുന്നത്, ഇടവക്കാരുടെ എല്ലാവരുടെ മുമ്പിൽ വയ്ക്കുന്നത്. അറിയാൻ പാടില്ലാത്ത ഒരു കാര്യം ഞാൻ ചോദിക്കുകയാണ്. എള്ള ഉണങ്ങുന്നത് എണ്ണയ്ക്ക്, പാറ്റാക്കാട്ടം ഉണങ്ങുന്നത് എന്തിനാണ് എന്നൊന്ന് പറഞ്ഞു തന്നാൽ ഞാൻ ഈ പരിപാടി നിർത്തി വീട്ടിൽ പൊക്കോളാം. മേലിൽ ഈ മെസ്സേജ് ഇട്ടുകൊണ്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വരികയില്ല. അപ്പോൾ എൻ്റെ ചോദ്യം ഇത്രയേ ഉള്ളൂ. എള്ള ഉണങ്ങുന്നത് എണ്ണയ്ക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ എത്ര കണ്ട് എള്ള ഉണങ്ങുന്നുവോ അത് ഉണങ്ങുന്നത് എണ്ണയ്ക്ക് വേണ്ടിയിട്ടാണ്. പാറ്റാക്കാട്ടം ഉണങ്ങുന്നത് എന്തിനാണ് എന്നാണ് പറഞ്ഞു തരേണ്ടത്. ഞാൻ ഒരു കാര്യം കൂടെ അതിൻ്റെ താഴെ ചേർക്കാം. 12 പേരടങ്ങുന്നതായ 12 7 19 പേരടങ്ങുന്ന ഒരു പ്രൈവറ്റ് ട്രസ്റ്റ്, സ്വന്തമായിട്ട് ആർക്കും ട്രസ്റ്റ് ഉണ്ടാക്കാൻ ഈ നാട്ടിൽ അവകാശം ഉണ്ടായിരിക്കെ സ്വന്തമായി തുടങ്ങിയിരിക്കുന്ന ഒരു പ്രൈവറ്റ് ട്രസ്റ്റ് മാത്രമാണ് MS എൽദോസും സംഘവും ഉണ്ടാക്കിയത്. അത് മനസ്സിലായി. പള്ളിയിൽ നിന്ന് കൈക്കാരന്മാർ പള്ളിയുടെ സ്വത്തുക്കൾ പള്ളി അറിയാതെ, പള്ളിയുടെ ഉടമസ്ഥനായ പൊതുയോഗം അറിയാതെ മുഴുവൻ സ്വത്തുക്കളും എഴുതി കൊടുത്തത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ കേസിൻ്റെയൊക്കെ പുറകെ നടക്കുന്നത്. എന്തിനാണ് പള്ളിയുടെ 1110 കേസ് ഇല്ല, 1110 ഉടമ്പടി ഇല്ല എന്ന് വികാരി അച്ഛൻ പറയുകയും ഇവിടെ 2 ഉടമ്പടി ഉണ്ട് എന്നൊക്കെ അദ്ദേഹം പറഞ്ഞത് വായും കൊതുവും തിരിച്ചറിയാൻ പാടില്ല എന്നിട്ടാണോ എന്ന് അദ്ദേഹം തന്നെ വിലയിരുത്തട്ടെ. അതേ ഞാൻ പറയുന്നുള്ളൂ. നല്ല ഭാഷയിൽ പറയേണ്ട ഭാഷ അതല്ല. പറയേണ്ടത് എന്താണെന്ന് എനിക്കറിയാം, അത് ഞാൻ പറയുന്നില്ല. അപ്പോൾ ഈ ആദ്യം ഞാൻ പറഞ്ഞതിലേക്ക് തന്നെയാണ് വന്നത്. എള്ള ഉണങ്ങുന്നത് എണ്ണയ്ക്ക് വേണ്ടിയിട്ടാണ്, പാറ്റാക്കാട്ടം ഉണങ്ങുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഈ 7 കൈക്കാരന്മാർ പള്ളിയുടെ സ്വത്തുക്കൾ എഴുതി കൊടുത്തു എന്ന് പറയുമ്പോൾ അത് ആരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്? എന്തിനാണ് ഈ കേസിലൊക്കെ ഇത്രയും പ്രകടമായിട്ട് 2 കൈക്കാരന്മാരെ കൊണ്ട് പേരിൽ കള്ളയൊപ്പിട്ട് കാതോലിക്ക കക്ഷിയുടെ 1934 ഭരണഘടന അനുസരിച്ചാണ് ഈ പള്ളി പോണത് എന്ന് ബഹുമാനപ്പെട്ട കോടതികളിൽ എഴുതി കൊടുത്തത് എൻ്റെ ഉത്തരവാദിത്വം ആർക്കാണ്? അതിന് വികാരിക്കുള്ള പങ്ക് എന്താണ്? സ്വത്തുക്കളെല്ലാം അടിച്ചു മാറ്റിയതിന് ശേഷം കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ പൊതുയോഗത്തിൽ ചേർന്ന അവിടെ വിശുദ്ധമായിട്ട് വളരെ ഭംഗിയായിട്ട് ചർച്ച ചെയ്ത് വച്ചിരുന്ന മിനിറ്റ്സ് തകിടം മറയ്ക്കുമാറും വളരെ മ്ലേച്ഛമായ രീതിയിൽ ഒപ്പിട്ട് കോടതിയിൽ ഹാജരാക്കിയതിൻ്റെ ഉത്തരവാദിത്തം ആർക്കാണ്? വികാരിക്കാണോ ഭരണക്കാർക്കാണോ? ഇതൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കണം, ഇടവക്കാരോട് ഒന്ന് പറഞ്ഞു തരണം. ഇത്രയും മാത്രം മോശമായിട്ട് പള്ളിയുടെ സ്വത്തുക്കൾ തട്ടിയെടുക്കുന്നത് കാതോലിക്ക കക്ഷിക്കാരെങ്കിലും വന്നിട്ട് തന്നെയാണോ? ഒന്ന്. ഒറ്റ ചോദ്യം കൂടെ ചോദിച്ചിട്ട് ഇന്നത്തെ മെസ്സേജ് വൈൻഡപ്പ് ചെയ്യുകയാണ്. പാവപ്പെട്ട
ഇടവക്കാരെ തോമസ് പോൾ വരുന്നു എന്ന് പറഞ്ഞ് പള്ളിയുടെ മുറ്റത്ത് കിടത്തിയത് പൂർണ്ണമായിട്ടും ശരിയായിരുന്നു. സർക്കാർ തലങ്ങളിൽ പള്ളിയെ അറിയിച്ചിരുന്നു, കോടതി തലങ്ങളിൽ പള്ളിയെ അറിയിച്ചിരുന്നു, പോലീസ് തലങ്ങളിൽ പള്ളിയെ അറിയിച്ചിരുന്നു. ഈ കാര്യത്തിനുള്ള മറുപടി ഇപ്പോഴത്തെ തന്നാണ്ട് സംഘം ഈ കാര്യം കൂടി ഇടവ ജനത്തിന് ഒന്ന് പറഞ്ഞു കൊടുക്കണം. കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല, മെസ്സേജ് വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. കുര്യാക്കോസ് മണ്ണാപ്പറമ്പിൽ.